ED എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ BJP സർക്കാർ എതിരാളികളെ നിശബ്ദമാക്കാൻ രാജ്യവ്യാപകമായി ഉപയോഗിക്കുന്നു എന്നല്ലേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും കേരളത്തിൽ പിണറായി വിജയൻ്റെയും CPM നേതാക്കളുടെയും ഒക്കെ ആരോപണങ്ങൾ. അതിപ്പോഴും ആരോപണങ്ങളെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും അമ്മ സോണിയാഗാന്ധി നാഷണൽ ഹെറാൾഡ് വിൽക്കാൻ OLXൽ വെച്ച ആ കേസിൽ EDയുടെ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു. കെജ്രിവാളാകട്ടെ മദ്യ അഴിമതിയിൽ കള്ള് കച്ചവടത്തിൽ കോഴ വാങ്ങിയതിന് EDയുടെ ചൂടറിഞ്ഞു എന്ന് മാത്രമല്ല, തിഹാർ ജയിലിൽ 1.5 വർഷം മുമ്പ് മാസങ്ങളോളം ഗോതമ്പുണ്ട കഴിച്ചു കിടന്നു. പിന്നെ കേരളത്തിൽ ശ്രീ പിണറായി വിജയന്റെ നിലവിളി ഉയരുകയാണ്. തന്റെ മകൾ വീണ വിജയനെ ED മാസപ്പടി കേസിൽ നിരന്തരം ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നതിൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ. CPM പാർട്ടി ഓഫീസ് പോലും ഏത് നിമിഷവും ED കയറുമെന്ന ഭീതിയിലാണ്. ഇവിടെ അയോധ്യയിൽ ചില ജീവനക്കാർ നടത്തിയ സംഭാവന വെട്ടിപ്പിൽ ഇതാ ED ഇറങ്ങിയിരിക്കുന്നു. വിശ്വസിക്കുന്നില്ല അല്ലേ? പ്രതികളും ബാങ്ക് ഉദ്യോഗസ്ഥരും ഒക്കെ ഉള്ള ബന്ധം പുറത്തുവന്നതോടെ UP പോലീസ് ഇവരുടെ ഇടപാടുകൾ രാജ്യവ്യാപകമായി അന്വേഷിക്കാൻ EDയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ED ഇറങ്ങിക്കഴിഞ്ഞു. കളി കാര്യമായി കൊണ്ടിരിക്കുന്നു. യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി ഒന്നും ചെയ്യുന്നില്ല. അയ്യപ്പന്റെ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് മിണ്ടരുത്, നമുക്ക് അയോധ്യയിലെ കൊള്ള ചർച്ച ചെയ്യാമെന്നൊക്കെ ഇവിടുത്തെ ഇടതന്മാരും ഇടത് മാധ്യമങ്ങളുമൊക്കെ വലിയ വായിൽ കിടന്ന് ആക്രോശിക്കുമ്പോൾ അവിടെ ഇതാ ED ഇറങ്ങിക്കഴിഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭാവനയിൽ നിന്നും പ്രതിദിനം 6 മുതൽ 8 ലക്ഷം രൂപയുടെ വരവ് കൊള്ള ചെയ്തെന്നാണ് പോലീസിന്റെ സംശയം. ബാങ്ക് കണക്കുകളെ അടിസ്ഥാനമാക്കി ക്ഷേത്ര സംഭാവനകളിൽ നിന്നും പ്രതിദിനം 6 മുതൽ 8 ലക്ഷം രൂപ വരെ പ്രതികൾ തട്ടിയെടുത്തതായി കണക്കാക്കുന്നെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നു. കൊള്ള തന്നെയാണ്, പ്രതികൾ തന്നെയാണ്. അതിനി എവിടെയായാലും, ഏത് സംസ്ഥാനത്തായാലും, ആസാമിലായാലും UPയിലായാലും കേരളത്തിലായാലും പിടിച്ചിരിക്കും. മോഷണം പുറത്തു വരുന്നതിന് മുമ്പ് രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ അക്കൗണ്ടുകളിൽ ശരാശരി 16 മുതൽ 18 ലക്ഷം രൂപ വരെയാണ് പ്രതിദിനം സംഭാവന വന്നിരുന്നത്. എന്നാൽ അന്വേഷണം ആരംഭിച്ചതോടെ ഈ തുക പ്രതിദിനം 24 മുതൽ 26 ലക്ഷം രൂപയെ വർദ്ധിച്ചു. കൊള്ള നിർത്തിയതിൻ്റെ റിസൾട്ടാണ്. ക്ഷേത്രത്തിലെ പണപ്പിരിവ് SBIയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഇതിനായി അവർ ഒരു സ്വകാര്യ ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 4 കാണിക്കപ്പെട്ടികളിലായി ലഭിക്കുന്ന പണം 14 പേരടങ്ങുന്ന സംഘമാണ് എണ്ണുക. ഇതിൽ 11 ബാങ്ക് ജീവനക്കാരും 3 ക്ഷേത്ര ട്രസ്റ്റ് പ്രതിനിധികളും ഉൾപ്പെടുന്നു. UP പോലീസിന്റെ SITയുടെ അന്വേഷണത്തിനിടെ ചില SBI ജീവനക്കാരുടെ പങ്ക് സംശയത്തിന്റെ നിഴലിലാണ്. പണമിടപാടുകളെക്കുറിച്ചും സാമ്പത്തിക കൈമാറ്റങ്ങളെക്കുറിച്ചും വിശദമായി അന്വേഷിക്കാൻ അയോധ്യ പോലീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കത്തയച്ചു കഴിഞ്ഞു. വിരമിച്ച ഒരു ബാങ്ക് ജീവനക്കാരനും കേസിലെ പ്രതിയുമായ സുഭാഷ് ശ്രീവാസ്തവയാണ് എണ്ണൽ പ്രക്രിയയ്ക്ക് ഇതുവരെ മേൽനോട്ടം വഹിച്ചിരുന്നത്. 4 സംഭാവന പെട്ടികളിൽ നിന്നുള്ള പണം പുറത്തെടുത്ത് എണ്ണുന്ന മുറിയിലേക്ക് കൊണ്ടുപോയി SBIക്ക് കൈമാറുക, ഇതായിരുന്നു ഈ ശ്രീവാസ്തവയുടെ ചുമതല. സംഭാവനയായി ലഭിക്കുന്ന പണം എണ്ണാൻ ചുമതലപ്പെടുത്തിയ എല്ലാ ജീവനക്കാരെയും ചില ബാങ്ക് ഉദ്യോഗസ്ഥരെയും വെള്ളിയാഴ്ച പ്രത്യേക അന്വേഷണ സംഘം SIT ചോദ്യം ചെയ്തിരുന്നു. അവരിൽ നിന്നും വളരെ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സുരക്ഷാ ജോലികൾക്കായി നിയോഗിച്ച സ്വകാര്യ സുരക്ഷാ ഏജൻസിയെ പണം എണ്ണുന്നതുപോലുള്ള പ്രധാന ജോലികൾ ചെയ്യാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചും SIT ബാങ്ക് ഉദ്യോഗസ്ഥരോട് ചോദ്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങളടക്കം അയോധ്യ ക്ഷേത്രത്തിൽ ശ്രീരാമ ഭഗവാൻ ലഭിക്കുന്ന സംഭാവനകൾക്ക് കൃത്യമായ രേഖകൾ ഇല്ലാത്തത് തട്ടിപ്പ് എളുപ്പമാക്കി. ഫെബ്രുവരിയിലാണ് ഈ മോഷണം ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ടത്. ക്ഷേത്ര അധികൃതർ തന്നെയാണ് ഈ മോഷണം പോലീസിൻ്റെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും ശ്രദ്ധയിൽ ആദ്യം പെടുത്തുന്നത്. പണമെണ്ണൽ സമയത്ത് മോഷ്ടിക്കപ്പെടുന്നുണ്ടെന്ന സംഘത്തിലെ ഒരാൾ ചുമതലക്കാരനായ സുഭാഷ് ശ്രീവാസ്തവയെ അറിയിച്ചു. ഇതിന് ശ്രീവാസ്തവ ദൈവം കാണുന്നുണ്ട്, ഇത് നിങ്ങളുടെയോ എൻ്റെയോ വീട്ടിൽ നിന്ന് പോകുന്നതല്ല എന്ന് മറുപടി പറഞ്ഞതായി അന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTVയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതുവരെ SIT അറസ്റ്റ് ചെയ്ത 8 പ്രതികളിൽ ഒരാളാണ് ഈ ശ്രീവാസ്തവ. മറ്റുള്ളവർ അവിനാശ് ശുക്ല, അനു സമൂഹ് മിശ്ര, ടിന്നു യാദവ്, ലവ്കുഷ് മിശ്ര, മനീഷ് കുമാർ യാദവ്, കരുണേഷ് പാണ്ഡെ, രാമശങ്കർ മിശ്ര എന്നിങ്ങനെ പോകുന്നു. ഇവരൊക്കെ പ്രതികൾ തന്നെയാണ്. ഭഗവാന്റെ സ്വർണവും പണവും അടിച്ചെടുത്തത് ശബരിമലയിലായാലും അയോധ്യയിലായാലും പണി കിട്ടിയിരിക്കും. മോഷ്ടിച്ച പണം ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ളൊരു പാർക്കിൽ വെച്ച് കൂട്ടാളികൾക്കിടയിൽ പങ്കിട്ടുവെന്നും പ്രതിയായ അവിനാശ് ശുക്ല വളരെ നിർണായകമായ മൊഴി നൽകിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ അവിനാശ് ശുക്ലയെ ഭിക്കാപൂരിലെ
14 കോശി പരിക്രമ പാതയ്ക്ക് സമീപമുള്ള പാർക്കിലേക്ക് കൊണ്ടുപോയും തെളിവെടുത്തു. അങ്ങനെ തെളിവുകളെല്ലാം ശക്തമാണ്. വെള്ളിയാഴ്ചയാകട്ടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായിയെയും ട്രസ്റ്റിമാരായ അനിൽ മിശ്രയെയും ഗോപാൽ റാവുവിനെയും SIT ചോദ്യം ചെയ്തു. ഇവരുടെ സ്വകാര്യ സ്വത്തുക്കൾ സംബന്ധിച്ചും വരുമാന സ്രോതസ് സംബന്ധിച്ചുമൊക്കെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. വളരെ കടകവിരുദ്ധമായ മൊഴികളാണ് ഈ പ്രതികൾ നൽകിയത്. ക്ഷേത്ര നിർമ്മാണത്തിലും ഭൂമി വാങ്ങലുകളിലും കമ്മീഷൻ വരെ ലഭിച്ചുവെന്ന ആരോപണങ്ങൾ വരെ ഇപ്പോൾ SIT അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം അന്വേഷണങ്ങളിലൊക്കെ SIT വളരെ നിർണായകമായ ചില കണ്ടെത്തലുകളിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ അനിൽ ശർമ്മയുടെയും ട്രസ്റ്റികളായ അനിൽ ശർമ്മയുടെയും ഗോപാൽ റാവുവിൻ്റെ സ്വത്തുക്കളിൽ ഉണ്ടായ വർധനവ് അതും സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. പ്രതികൾ പലയിടത്തും കോടികൾ മതിക്കുന്ന വീട്, ഹോട്ടലുകൾ ഇതൊക്കെ വാങ്ങിക്കൂട്ടിയതായും SITക്ക് വ്യക്തമായ തെളിവെടുക്കൽ രേഖകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ED തന്നെ ഇതൊക്കെ അന്വേഷിക്കണം. ED അന്വേഷിച്ചില്ലെങ്കിൽ ഇതിന് എത്ര പെട്ടെന്നൊരു തുമ്പുണ്ടാക്കാൻ കഴിയില്ല. കാരണം സാമ്പത്തികമായി നടത്തിയ തിരിമറിയൊക്കെ ED വ്യക്തമായി അന്വേഷിക്കണമെന്ന് UP പോലീസിന്, അയോധ്യ പോലീസിന് വ്യക്തമായ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗം EDക്ക് വിടാൻ, സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കാൻ EDയെ ചുമതലപ്പെടുത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഇതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അയോധ്യയിലും ED ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അയോധ്യ അടക്കം BJPയുടെ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളുടെ ചില ക്ഷേത്രങ്ങളിൽ മാത്രം ED ഇറങ്ങില്ല എന്ന ആരോപണങ്ങൾ ഇവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുകയാണ്.